ഈ 2100 100% കൊച്ചി വെള്ളത്തിനടിയിലാവുന്നു എന്നുള്ളത് പ്രഡിക്റ്റബിൾ. ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് ഈ പരിചയമില്ലാത്ത ആളുകൾ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ കൊച്ചിക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ബ്രോഡായിട്ടുള്ളൊരു അനാലിസിസ് ക്ലൈമറ്റ് സെൻട്രൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നടത്തിയിട്ടുണ്ട്. കൊച്ചി മാത്രമല്ല, ലോകം മുഴുവൻ അവർ നടത്തിയിട്ടുണ്ട്. അന്ന് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ 2050, 2075, 2070, 2100 എവിടേക്കാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ആ മാപ്പിൽ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ എല്ലാം വീടുകൾ എവിടെയാണ്, ഈ കെട്ടിടം എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഞാൻ പല ആളുകളോടും പറയാറുണ്ട്, നിങ്ങൾ കൊച്ചിയിൽ അവിടെയാണ് നിങ്ങളുടെ വീടെങ്കിൽ അത് പതുക്കെ വിറ്റ് മാറുന്നതാണ് ബുദ്ധി. വീട് വാങ്ങുകയാണെങ്കിൽ അതെവിടെയാണെന്നൊന്ന് അന്വേഷിക്കുന്നതാണ് ബുദ്ധി. അത് കുട്ടനാട് ഉൾപ്പെടെ. അപ്പോൾ എനിവേ ദ ബേസിക് പോയിന്റ്, സം പാർട്ട് വിൽ ബി അഫക്റ്റഡ്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ ലെറ്റ്സ് സേ കൊച്ചിയുടെ ഹൈറ്റ് സീ ലെവൽ റൈസ് 1 മീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്കൊരു ബണ്ട് വാൾ കൊച്ചിക്ക് ചുറ്റും കെട്ടുക. അപ്പോൾ ഈ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് ഭയങ്കര ഹൈ വോളിയം പമ്പ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമുക്ക് കൊച്ചിയിൽ വലിയ റിസർവയർസ് ഉണ്ടാക്കുക. എഞ്ചിനീയറിംഗ് വൈസ് ഇതൊക്കെ പോസിബിൾ അല്ലേ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു എഞ്ചിനീയറുടെ ഡ്രീം പ്രോജക്റ്റ് ആയിരിക്കും. ഇപ്പോൾ വെനീസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ സീ വാളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് ഇവോൾവ് ചെയ്യുന്നതൊക്കെ ഈ ക്യാൻ ചെക്ക്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇതിൽ മാൽ അഡാപ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഒരു അഡാപ്റ്റേഷൻ മെഷർ തന്നെയാണത് ബണ്ട് വാൾ ഉണ്ടാക്കുന്നത്. പക്ഷേ പ്രകൃതിയായിട്ടുള്ളൊരു ആ ബാറ്റിൽ നമ്മൾ വിജയിക്കാൻ പോകുന്നില്ല. നമ്മൾ 1 മീറ്റർ ഇന്നുണ്ടാക്കി അത് ചിലപ്പോൾ 1 മീറ്റർ നിന്നൊന്നും വരില്ല, കൂടുതലായിരുന്നു വരും. അല്ലെങ്കിൽ അടുത്ത 50 വർഷം കഴിയുമ്പോൾ 1.5 മീറ്റർ ആകും. അപ്പോൾ ഇതിനെ ബണ്ട് വാൾ ഉയർത്തി പ്രതിരോധിക്കുന്നതിലും നല്ലത് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ലാൻഡ് ലോസ് ഉണ്ടാകുമെന്ന് അക്സെപ്റ്റ് ചെയ്യുക. അതിനാണ് മേക്കിംഗ് സ്പേസ് ഫോർ വാട്ടർ പറയുന്നത്. വെള്ളമുണ്ട്, വെള്ളത്തിന് വികസിക്കാനുള്ള സ്ഥലം വേണം എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ഒരു സർട്ടൻ പാർട്ട് ഓഫ് ദ സിറ്റി മേ ഹാവ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു എ ബഫർ സോൺ ഫോർ ദ വാട്ടർ ടു എക്സ്പാൻഡ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എറണാകുളത്തെ അത് വളരെ എളുപ്പമാണ് മാപ്പ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓരോ പൊക്ക കാലത്തും ഏറ്റവും വെള്ളം കയറുന്ന സ്ഥലം കണ്ടുപിടിച്ചാൽ മതി. ഇപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡ് ഒരു പക്ഷേ ഒരു കുളമായിരുന്നിരിക്കണം. അങ്ങനെയാണ് എറണാകുളം എന്നുള്ള പേരൊക്കെ ആ കാലത്ത് ഉണ്ടായിരുന്നത്. എറണാകുളത്ത് നമ്മൾ കാണുന്ന പല സ്ഥലങ്ങളും പണ്ട് ഒരു വെറ്റ്ലാൻഡ് ആയിരുന്ന സ്ഥലങ്ങളാണ്. അത് ഒരുപക്ഷെ അവിടെ നിലനിർത്തിക്കൊണ്ട് ലോങ് ടൈം ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോസിബിൾ അല്ല. ഇൻക്രീസിംഗിൽ അത് കൂടുതൽ എക്സ്പെൻസീവാണ്. ഇപ്പോൾ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രോബ്ലി എറണാകുളത്തെ ഇതുപോലുള്ള നമുക്ക് കൺട്രോളുള്ള സ്ഥലങ്ങൾ ഓപ്പൺ ഏരിയ ആക്കി അവിടെ ഒരു, ഇപ്പോൾ ചൈനയിലൊക്കെ പോപ്പുലറായിട്ട് വരുന്നൊരു ഐഡിയ ഉണ്ട്, സ്പോഞ്ച് സിറ്റീസ് എന്നാണ് പറയുന്നത്. വെള്ളം വരുമ്പോൾ അബ്സോർബ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടാകുന്ന സിറ്റി. അപ്പോൾ എറണാകുളം ബസ് സ്റ്റാൻഡും മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടൊക്കെ വലിയ പോണ്ടുകളാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ബഫർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ബണ്ട് വാൾ കൊടുത്തുള്ള സൊല്യൂഷനേക്കാൻ കൂടുതൽ അപ്രോപ്രിയേറ്റ് ഈ വർദ്ധിച്ചു വരുന്ന വെള്ളത്തിന് ഒരു സ്പേസ് കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. ഇതേ ഇതിൽ തന്നെ ഞാൻ പറയാറുള്ള കാര്യമുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ ജനറൽ ഹോസ്പിറ്റൽ നമ്മളെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൾണറബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് ഇത്. ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഒരു എമർജൻസിക്ക് അവിടെ പോകണമെങ്കിൽ കേരള സിറ്റിയുടെ മുഴുവൻ ട്രാഫിക്കിൽ കൂടെ കടന്നു വേണം ജനറൽ ഹോസ്പിറ്റലിൽ പോകാനായിട്ട്. ഓക്കെ, ആ ജനറൽ ഹോസ്പിറ്റൽ ഈസ് ദെയർ. നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, മറൈൻ ഡ്രൈവിൻ്റെ അപ്പുറം ബണ്ട് വാൾ ഉണ്ടാക്കി, അല്ലെങ്കിൽ വെനീസിലെ പോലെ ഫോർട്ട് കൊച്ചിയിൽ വലിയ ഹിഡൻ ഇമ്മേഴ്സ്ഡ് ആയിട്ടുള്ള സീ വാളുകൾ ഉണ്ടാക്കി നമുക്ക് വേണമെങ്കിൽ സുനാമിയെയും കടലാക്രമണത്തെയൊക്കെ പ്രതിരോധിക്കാം എന്ന് വിചാരിക്കാം. രണ്ടാമത്തത്, ഇനി ജനറൽ ഹോസ്പിറ്റലിനൊരു ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളുടെ ബൈപ്പാസിന് അപ്പുറത്തുള്ള ഏതെങ്കിലും സ്പേസിലേക്ക് മാറ്റി പുതുതായിട്ട് വരുന്ന വാർഡുകളെങ്കിലും അവിടെ മാറ്റുക എന്ന് പറയുക. എന്നിട്ട് ഇവൻച്വലി യു ഷിഫ്റ്റ് ദിസ് ഔട്ട് ഓഫ് ദാറ്റ് പ്ലേസ് എന്നുള്ള തരത്തിൽ നമ്മൾ ചിന്തിക്കുക. ഞാനത് ഹൈക്കോർട്ടിനെ പറ്റി ഞാൻ പല പ്രാവശ്യം പറയുന്നതാണ്. ഇപ്പോൾ ഹൈക്കോർട്ട് അപ്പാർട്ട്ലി ദർ ഡിസൈഡിങ് ടു മൂവ് ടു കളമശ്ശേരി. അപ്പോൾ നമുക്കൊരു ലൈൻ ഓഫ് ഡിഫെൻസ് നമ്മൾ മെൻ്റലായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ബൈപ്പാസ്സാണ് ഞാൻ അനലൈസ് ചെയ്തിട്ട് പറയുന്നതല്ല കേട്ടോ. അത് ഒരുപക്ഷെ ബൈപ്പാസ് ഈസ് ഓൾസോ മോർ വളർന്നത്.
അതിന് ഫ്രണ്ടിലുള്ള കാര്യങ്ങളിൽ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കും. അത് ജനങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള സ്ഥലമാക്കി എടുക്കാം. പിന്നെ ഫോർ എക്സാമ്പിൾ അവിടെ കൂടുതൽ ഓപ്പൺ ഏരിയ ഉണ്ടായിക്കഴിഞ്ഞാൽ കൊച്ചി ബിക്കം എ ബെറ്റർ സിറ്റി ഫോർ ദോസ് ഹു ആർ ദെയർ, ആൻഡ് ദെൻ ദോസ് ഹു ഹാവ് ടു മൂവ് ആർ അഡക്വേറ്റ്ലി കോമ്പൻസേറ്റഡ് ഇൻ സം വേ. അതാണൊരു ക്ലൈമറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ. മറ്റുള്ളൊരു മാൽ അഡാപ്റ്റേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേരളത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള 3 സ്ഥലങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന് ഹൈ റേഞ്ചിലെ ആളുകൾ, രണ്ടാമത്തെ കോസ്റ്റൽ ഏരിയയിലെ ആളുകൾ, മൂന്നാമത്തത് കുട്ടനാട്ടിലെ ആളുകൾ. ഈ 3 സ്ഥലമാണ് കേരളത്തിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ളത്. ഈ 3 സ്ഥലങ്ങളിലും ഡിസാസ്റ്റർ ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായിട്ട് ആളുകൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം ഈ 3 സ്ഥലങ്ങളിലെയും അടുത്ത തലമുറ ആ ലൈവ്ലിഹുഡ് കൊണ്ടല്ല ജീവിക്കുന്നതും ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വേറൊരു മാർഗമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നുണ്ടെന്നല്ലാതെ നൺ ഓഫ് ദം ആസ്പയർ ടു ഡു ദാറ്റ് ജോബ്. അങ്ങനെ പല കാരണങ്ങളുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമൂഹ്യമായ കാരണങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാരാരിക്കുളത്ത് ഇങ്ങനെ ലോക്കൽ ഫിഷർമാനുമായിട്ടിരുന്ന് സംസാരിക്കുമായിരുന്നു. അവർ പറഞ്ഞു, ഈ ഫിഷിങ്ങിന് പോകുന്ന കുട്ടികൾക്കാണ് കൂടുതൽ പൈസ കിട്ടുന്നത്, പക്ഷെ അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റുന്നില്ല. കൃഷിയിൽ ചെയ്യുന്ന ആളുകൾ, മലയിലുള്ള ആളുകൾ ഇത് തന്നെ പറയുന്നുണ്ട്. അത് ഇപ്പോൾ ഇൻക്ലൂഡിങ് ആ കാരണം കൊണ്ട് ആളുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു പോപ്പുലേഷൻ പ്രഷർ പ്രോബ്ലി ഒരു 20 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ പ്രദേശങ്ങളിലൊന്നും കാണില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നൊരു അത്ര ശരിയല്ലാത്ത കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ നമ്മൾ ഉള്ള ഏരിയാസ്, ഇപ്പോൾ കോസ്റ്റൽ ഏരിയ ആണെങ്കിലും കുട്ടനാടാണെങ്കിലും ഹൈറേഞ്ചിൽ അത്രമാത്രമായിട്ടില്ല, അവിടെ നമ്മൾ ഗവൺമെൻറ് ലെവലിൽ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി ആ സ്ഥലം സുരക്ഷിതമാണെന്നൊരു ചിന്ത ആളുകൾക്ക് ഉണ്ടായിക്കൊടുക്കുന്നു. ഇപ്പോൾ ഗവൺമെൻറ് ഒരു കോസ്റ്റൽ ഇറോഷൻ ഉണ്ടാകുന്നു. ആ കോസ്റ്റൽ ഇറോഷൻ ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അത് കൂടുതലാക്കാൻ പോവുകയാണ്, അത് നമുക്കറിയാം. പക്ഷേ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഗവൺമെൻറ് ഏതാണ്? അവിടെ ഒരു സീവാൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഗവൺമെൻറ്റാണ് ഏറ്റവും പോപ്പുലർ. ഗവൺമെൻറ് ഒരു 500 കോടി രൂപ മുടക്കി ഒരു സീവാൾ കൊടുക്കുന്നു. ഈ ഗവൺമെൻറ് 500 കോടിക്ക് സീവാൾ എടുക്കുമ്പോൾ ഇന്ന് അത് വളരെ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ നമുക്ക് തോന്നുന്നു. അപ്പം അതിൻ്റെ പുറകിലുള്ള മുഴുവൻ ആളുകളും അവരുടെ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 5000-ഓ 10,000-ഓ കോടി രൂപ അതിൻ്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ഇവൻച്വലി ഈ സീവാൾ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഗവൺമെൻറ് 500 കോടി മാത്രമല്ല പോകുന്നത്, പ്രൈവറ്റ് ആളുകളുടെ 10,000 കോടി രൂപ കൂടി പോകുന്നു. മോർ അപ്രോപ്രിയേറ്റ് സൊല്യൂഷൻ വിൽ ബി ഇതിൻ്റെ പുറകിലുള്ള ആളുകളോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഇതൊരു ലോങ് ടൈം കേരളം മാത്രം ഇത് ചെയ്യുന്നൊരു പ്രശ്നമല്ല, ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രശ്നമാണ്. ഈ പർട്ടിക്കുലർ ഏരിയ ലോങ് ടൈം ആയിട്ട് ഹാബിറ്റബിൾ അല്ല എന്ന് മനസ്സിലാക്കി ഓൾറെഡി അവിടെ നിന്ന് പോകുന്ന ആളുകളുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് പോകുന്ന ആളുകളുണ്ട്. അതിനെ പോളിസി ഇതൊരു സപ്പോർട്ട് ചെയ്ത് ബാക്കി ആരാണോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഉള്ളത് അവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ ഇനിയുള്ള 100 വർഷത്തേക്ക് ഇവർക്കും അവരുടെ അടുത്ത തലമുറയ്ക്കും പുതുതായിട്ട് വരുന്നവർക്കും അവിടെ താമസിക്കാമെന്നുള്ളൊരു ഫോൾസ് അഷുറൻസ് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. സെയിം അബൌട്ട് കുട്ടനാട് ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ സാഹചര്യത്തിൽ ലോങ് ടൈം ആയിട്ടുള്ളൊരു ഹാബിറ്റബിൾ സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കുട്ടനാടുണ്ടെന്ന് അറിയില്ല. ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി പറയുമ്പോൾ ഇനി അത് കഴിയുമ്പോൾ എനിക്ക് വിഷമമാകും. എന്ന് പറയുകയാണെങ്കിൽ ഫോർ സം പീപ്പിൾ ഇതൊരു തിയറിറ്റിക്കൽ ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷനല്ല, അവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അവരോട് തന്നെ ആത്മാർത്ഥമായിട്ട് ഉള്ളിലേക്ക് നോക്കാൻ പറയുമ്പോൾ അവർ കാണുന്നുണ്ട് അവിടുത്തെ പുതിയ തലമുറ ഒന്നും അവിടെ മൈഗ്രേറ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ആ ലൈവ്ലിഹുഡിൻ്റെ വിഷയം കൊണ്ടാണ്. അപ്പോൾ ഈ കൃഷി എന്ന് പറയുന്ന ഒരു ലൈവ്ലിഹുഡ് നമ്മുടെ മലയിൽ ഇനി അധികം നാൾ നിൽക്കാൻ പോകുന്ന ഒന്നല്ല. അപ്പോൾ ഇതൊരു പ്രോബ്ലി എ ചലഞ്ച് ഫോർ നെക്സ്റ്റ് 15 years. കേരളത്തിലെ കോസ്റ്റൽ ഏരിയ, കുട്ടനാട്, ഹൈ റേഞ്ച്, കേരളത്തിന്റെ വൾണറബിൾ അല്ലാത്ത ഒരു എത്ര ശതമാനം ലാൻഡ് ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഡെവലപ്മെന്റ് ചെയ്യാൻ പറ്റും? അതെ, നമ്മൾ ഈ കേരളത്തിലെ ഇപ്പോൾ 40,000 സ്ക്വയർ കിലോമീറ്ററാണ് കേരളത്തിന് ഉള്ളത്. അപ്പോൾ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ കേരളം വളരെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണെന്നുള്ളൊരു സ്ഥലമാണെന്നൊക്കെ പറയാം. പക്ഷേ കേരളം ഇപ്പോഴും വളരെ ഹൊറിസോണ്ടലായിട്ട് ഡെവലപ്പ് ചെയ്തിരുന്ന സ്ഥലമാണ്. വളരെ വെർട്ടിക്കലായിട്ട് കേരളം ഗ്രോ ചെയ്തിട്ട് തന്നെയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളത്തിൻ്റെ പോപ്പുലേഷനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വിഷയമൊന്നും കേരളത്തിൽ ഇപ്പോൾ ഇല്ല. നമുക്ക് ഇമോഷണലായിട്ട് അങ്ങനെ തോന്നുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ആളുകൾ, പുതിയ തലമുറ ഇതുപോലെ ഗ്രാമങ്ങളിൽ ഒരു വീടും ഒരു പറമ്പും അരേക്കർ പറമ്പുമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദേ ക്യാൻ ഓൾസോ പ്രോബ്ലി മോസ്റ്റ് ഓഫ് യു ആർ ഓൾറെഡി ലിവിങ് ഇൻ അപ്പാർട്ട്മെൻറ്റ്സ്.
ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ഫ്യൂച്ചർ ഓഫ് കേരള. കേരളത്തിൽ ഈ പഴയതുപോലെ ഒരു ഫാക്ടറി വേണമെങ്കിൽ അതിന് 1000 ഏക്കർ സ്ഥലം അത്തരത്തിലല്ല ഇനിയുള്ള കാലത്തെ ഇത് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഇൻഫോ പാർക്കിൻ്റെ കോൺട്രിബ്യൂഷൻ ടു GDP അല്ലെങ്കിൽ റവന്യൂവും FACT അല്ലെങ്കിൽ പഴയൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫാക്ടറിയുടെ സോ ദ ലാൻഡ് ഫുട് പ്രിൻ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് വ്യത്യാസം അറിയാം. സോ ടു ജനറേറ്റ് എ യൂണിറ്റ് $1 billion in one industry, you don't need the same as before. But even in the traditional industry, you don't need as much land. അപ്പോൾ ലാൻഡ് ഒരു റേറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ അല്ല നമ്മളുടെ ഇപ്പോൾ ഉള്ള ലാൻഡിൽ തന്നെ പൂർണ്ണമായിട്ടും ഡിസാസ്റ്റർ ഇല്ലാത്ത ഒരു ലാൻഡും ഇല്ല. പക്ഷേ ദർ ആർ തിങ്സ് വിച്ച് വി ക്യാൻ മാനേജ്. മുൻകൂട്ടി അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലാൻഡ് ഇൻ മൈ ഒപ്പീനിയൻ ഒരു ഇല്ലാത്തൊരു കാര്യമല്ല, പക്ഷെ അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യപ്പെടുന്നൊരു ഇതല്ല എന്നൊരു അഭിപ്രായം എനിക്ക്.